അപ്പോൾ ജെറുസലേം നഗരം ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ജെറുസലേം നഗരത്തോട് അഭിമുഖമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹോട്ടലാണ് ഈ സെവൻ ആർച്ചസ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ കാണുന്നതാണ് ഈ ഹോട്ടലിന്റെ സമുച്ചയം. ഇസ്ലാമിക വഖഫിന്റെ പേരിലുള്ള സ്ഥലത്താണ് ജോർദാൻ സർക്കാർ ഈ ഹോട്ടൽ പണി കഴിപ്പിച്ചത്. 1964 മാർച്ച് 20-നാണ് ഈ ഹോട്ടൽ ഓപ്പൺ ചെയ്തത്. 6 ഡേ വാറിന് ശേഷം ജോർദാന് ജെറുസലേമിന് മേലുള്ള നിയന്ത്രണം നഷ്ടമായതിനു ശേഷം ഹോട്ടൽ ആബ്സെന്റി പ്രോപ്പർട്ടിയുടെ സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചു. ഒരു ഒഴിഞ്ഞ ഇടനാഴി, അങ്ങ് ദൂരെ ഒരു ഹോട്ടലിൽ ഒരു ജീവനക്കാരനെ കാണാം. അതുമാത്രമാണ് ആ സാന്നിധ്യം ഇവിടെ ഉള്ളത്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഒലിവുമലയിലാണ് ഉള്ളതെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സെവൻ ആർച്ചസ് ഹോട്ടലിൻ്റെ കോമ്പൗണ്ടിനുള്ളിലാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് സെവൻ ആർച്ചസ് ഹോട്ടൽ ഉള്ളത്. ഞാനിപ്പോൾ കാണിക്കാവേ. അപ്പോൾ ജെറുസലേം നഗരം ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ജെറുസലേം നഗരത്തോട് അഭിമുഖമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹോട്ടലാണ് ഈ സെവൻ ആർച്ചസ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നിർമ്മിച്ചതിന് ശേഷവും ഒക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത് വളരെ പഴയൊരു ഹോട്ടലൊന്നുമല്ല. ഏകദേശം 1964 ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. ആ ഒരു സമയത്ത് ഈ ഒരു പ്രദേശം ഭരിച്ചുകൊണ്ടിരുന്നത് ജോർദാനായിരുന്നു. ജോർദാൻ സർക്കാരിൻ്റെ കീഴിലായിരുന്നു ഈ ജെറുസലേമും അതേപോലെ തന്നെ ഈ ഒലിവുമലയും അതേപോലെ തന്നെ ഫലസ്തീൻ്റെ കേന്ദ്രങ്ങൾക്കും ഒക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് ഈ ഹോട്ടലിൻ്റെ സമുച്ചയം. തീരെ മോശമല്ലാത്ത അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ഹോട്ടലാണ് ഈ സെവൻ ആർച്ചസ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങളിൽ അതിൻ്റെ പഴക്കം തോന്നിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് കാണാം അവിടെ ആ ഒരു പാലത്തിൻ്റെ അവിടെയൊക്കെ അടുത്ത ബിൽഡിങ്ങിലേക്ക് പോകുന്ന ആ പാലത്തിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ചെറിയ പൊട്ടലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഹോട്ടൽ സമുച്ചയം എന്ന് പറഞ്ഞാൽ. നമ്മുടെ പണ്ടത്തെ സ്കൂളുകളൊക്കെ നിർമ്മിക്കുന്ന പോലത്തെ, പണ്ടത്തെ അല്ല, നമ്മുടെ സ്കൂളുകളൊക്കെ നിർമ്മിക്കുന്നത് പോലത്തെ ഒരു നിർമ്മിതിയാണ്. എനിക്ക് അങ്ങനെയാണ് ഇത് കണ്ടിട്ട് തോന്നിയത്. നീളത്തിൽ 2 സൈഡിലും ഒരു ബിൽഡിങ്, ഇല്ലെങ്കിൽ 2 സൈഡിലേക്ക് നീണ്ടിട്ടൊരു ബിൽഡിങ്, പിന്നെ അതിൻ്റെ നടുക്ക് ഇച്ചിരി മുന്നോട്ട് ഇതേപോലെ വന്നിട്ട് ഓഫീസ് സമുച്ചയം. അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ സ്കൂൾ നിർമ്മിക്കുന്നത്. ഏകദേശം അതുപോലത്തെ ഒരു ഇതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കാണാം ജെറുസലേം നഗരം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഈ കാണുന്നതാണ് ജെറുസലേം നഗരം. അപ്പം അതിനോട് അഭിമുഖമായിട്ടാണ് ഈ ഒലിവുമലയിൽ ഈ ഒരു ഹോട്ടൽ നിർമ്മിച്ചിരിക്കുന്നത്. ജെറുസലേമിലെ ഇസ്ലാമിക വഖഫിന്റെ പേരിലുള്ള സ്ഥലത്താണ് ജോർദാൻ സർക്കാർ ഈ ഹോട്ടൽ പണി കഴിപ്പിച്ചത്. 1964 മാർച്ച് 20-നാണ് ഈ ഹോട്ടൽ ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഏകദേശം അതിൻ്റെ മുൻപുള്ള കുറച്ച് കാലഘട്ടങ്ങളിൽ ഏകദേശം ഒരു 5-8 വർഷമൊക്കെ എടുത്തിട്ടെങ്ങാണ്ടാണ് ഇത് നിർമ്മിച്ച് കഴിഞ്ഞത്. അന്ന് ഹോട്ടൽ ഓപ്പൺ ചെയ്ത സമയത്ത് ഈ ഹോട്ടൽ നടത്തിയിരുന്നത് അമേരിക്കയിലുള്ള ഹോട്ടൽ ഗ്രൂപ്പായ ഇന്റർ കോണ്ടിനെന്റൽ ഗ്രൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ജെറുസലേം ഇന്റർ കോണ്ടിനെന്റൽ എന്നായിരുന്നു ആ സമയത്ത് ഇതിൻ്റെ പേര്. പിന്നീട് പേര് മാറ്റിയിട്ടാണ് ഈ സെവൻ ആർച്ചസിലേക്കൊക്കെ വന്നത് കേട്ടോ. അതിനുശേഷം 1964 മെയ് മാസത്തിൽ ഇവിടെ വെച്ചിട്ടാണ് പലസ്തീൻ ലിബറൽ ഓർഗനൈസേഷൻ, അതായത് PLOയുടെ ആദ്യത്തെ പലസ്തീൻ നാഷണൽ കൗൺസിൽ സമ്മേളനം നടന്നത് ഇവിടെ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ 1966 ഹോട്ടലിൻ്റെ പേരിൽ ചെറിയ പരിഷ്കാരം നടത്തി. ശൃംഖല അവരുടെ ബ്രാൻഡിങ്ങിൽ ചെറിയ മാറ്റം വരുത്തിയപ്പോൾ ഹോട്ടൽ ഇന്റർ കോണ്ടിനെന്റൽ ജെറുസലേം എന്നായി ഇതിൻ്റെ പേര്. 6 ഡേ വാറിന് ശേഷം ജോർദാന് ജെറുസലേമിന് മേലുള്ള നിയന്ത്രണം നഷ്ടമായതിനു ശേഷം ഹോട്ടൽ ആബ്സെന്റി പ്രോപ്പർട്ടിയുടെ സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചു. 1989 ഫസ്റ്റ് ഇന്തിഫാദയുടെ ഫലമായി ഇന്റർ കോണ്ടിനെന്റൽ ഹോട്ടൽസ് അവരുടെ കരാർ പുതുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ഫസ്റ്റ് ഇന്തിഫാദ എന്നത് ഇസ്രായേൽ അധിനിവേശ പലസ്തീനിലും ഇസ്രായേലിലും വ്യാപകമായി നടത്തിയ പ്രക്ഷോഭങ്ങളുടെയും നിയമലംഘനങ്ങളുടെയും കലാപങ്ങളുടെയും തുടർച്ചയായ പരമ്പരയായിരുന്നു. ഫസ്റ്റ് ഇന്തിഫാദ 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം വെസ്റ്റ് ബാങ്കിലും ഗാസ മുനമ്പിലും ഇസ്രായേൽ സേന അധിനിവേശം നടത്തിയതിൻ്റെ നിരാശയിൽ 1987 ഡിസംബർ മുതൽ 1991 മാഡ്രിഡ് കോൺഫറൻസ് വരെ നീണ്ടു നിന്നിരുന്നു. അപ്പോൾ ഈ കരാർ ആദ്യം ജോർദാനുമായും പിന്നീട് കസ്റ്റോഡിയനുമായും ഒപ്പുവെച്ചു. തുടർന്ന് ഇതിൻ്റെ പേര് സെവൻ ആർച്ചസ് ഹോട്ടൽ എന്നാക്കി മാറ്റി. കസ്റ്റോഡിയൻ ഹോട്ടലിൻ്റെ നടത്തിപ്പ് ഒരു പ്രാദേശിക മാനേജ്മെന്റിനെ ഏൽപ്പിച്ചു. ഹോട്ടലിൽ ആകപ്പാടെ 50ഓളം ജീവനക്കാരുണ്ട്.
മാനേജ്മെന്റ് ഉൾപ്പെടെ എല്ലാവരും കിഴക്കൻ ജെറുസലേംകാരാണ്. അതായത് ഈ ഒരു പ്രദേശത്ത് നിന്നുള്ളവർ തന്നെയാണ് ഇതിന്റെ നടത്തിപ്പുകാരും ഇതിന്റെ ജീവനക്കാരും എല്ലാവരും. അപ്പം നമുക്ക് ഇതിന്റെ മേളിലൊന്ന് കയറി നോക്കാം. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് കയറുവാനുള്ള വഴിയൊന്നും ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് കാണുവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് കഴിയുമായിരിക്കും ഇവിടെ കയറി നിന്നാലേ. ഇവിടെ നിന്ന് ഉള്ളിലേക്ക് വഴിയുണ്ട്, പക്ഷെ അത് ഓപ്പൺ ആകുമോ ഇല്ലയോ എന്നറിയത്തില്ല. കണ്ടോ, ഇവിടെ 2 ഡോറുകളുണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. പക്ഷെ അത് ഓപ്പൺ ആവാൻ ചാൻസ് ഇല്ല. കൊടിമരമായിരുന്നെന്ന് തോന്നുന്നു. ഇവിടെ ഒരു 3 നല്ല നീളത്തിലുള്ള ഉരുക്കുകൊണ്ടുണ്ടാക്കിയ ഒരു നിർമ്മിതി കാണുന്നുണ്ട്. അതെന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അതിൻ്റെ മേളിലൊരു നടുക്കത്തേതിൽ മുകളിൽ താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു വള്ളിയുമുണ്ട്. കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് ഇവിടെ നിന്ന്. ഇപ്പോഴീ ഹോട്ടലിൻ്റെ നിർമ്മിതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഘടന അത്ര വലിയൊരു കാര്യമല്ലെങ്കിൽ പോലും മുൻപ് ഏകദേശം 1965 ഇത് നിർമ്മിച്ച സമയങ്ങളിലൊക്കെ ഇതൊരു വളരെ നല്ലൊരു നിർമ്മിതി തന്നെയായിരുന്നു. ഇതിലൂടെ താഴോട്ട് ഇറങ്ങാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറാം. ഏതായാലും ഇത്ര വ്യക്തിയില്ലേ, നമുക്ക് ഉള്ളിലൂടെ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. ഇതിലൂടെയാണ് ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ ചെറിയൊരു ലിഫ്റ്റ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ സ്റ്റെപ്പ് ഉണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ പല ബിൽഡിങ്ങുകളിൽ ഇല്ലാത്ത ഒരു സംഭവമാണ്, അതായത് വീൽ ചെയർ ആക്സസിബിലിറ്റി. പുതിയതായിട്ട് വരുന്ന നിർമ്മിതികളിലെല്ലാം ഉണ്ട്, പക്ഷേ ഇതും അത്ര പഴയതൊന്നുമല്ല. ആ ഒരു നിർമ്മിതി നിലത്താകെ കാർപ്പറ്റൊക്കെ വിരിച്ച് ചെരുപ്പില്ലാതെ തന്നെ ഇതിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന രീതിയിലാണ്. പിന്നെ ഇവിടെ ഒരു ലിഫ്റ്റ് കാണുന്നുണ്ട്. ഇവിടെ ഒരു ചിത്രമുണ്ട്. ഇവിടെ ഇത് എന്താണ് എന്ന് അവരോട് ചോദിക്കാനും പറ്റിയില്ല, കാരണം അവിടെ കുറച്ച് അകലെയായിട്ടാണ് അവരിയ്ക്കുന്നത്. ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ചിത്രവുമുണ്ട്. സ്റ്റെപ്പ് കയറി നോക്കാം. സ്റ്റെപ്പ് കയറി നോക്കാന്നല്ല, സ്റ്റെപ്പ് കയറി ഏതായാലും എൻ്റെ റൂമിൻ്റെ ആ ഒരു പ്രദേശം വരെ പോകാം. രാവിലെ എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ എണീറ്റ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാൻ നേരം കണ്ടോ, ഇവിടെ ധാരാളം കസേരകളൊക്കെ, ചെയറുകളുണ്ട്. ഒത്തിരി ആളുകളില്ല. ഒത്തിരി ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന, ഗ്രൂപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സൗകര്യമൊക്കെ ഉണ്ട്. കണ്ടോ, ശരിക്കും തിരിയുന്നില്ലല്ലേ? കണ്ടോ, ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ രാവിലെ സൂര്യൻ ഉദിക്കുന്ന ആ പ്രദേശത്തു നിന്നാണ്. ഇപ്പോഴും ആണെങ്കിൽ പോലും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചൂടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ നിലവിൽ ആരും ഇരിക്കുന്നില്ല. പക്ഷെ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ആളുകളൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു. മുകളിൽ കണ്ടോ, ഒരു മനോഹരമായ രീതിയിൽ അലങ്കരിച്ച് ഒരു ഭംഗിയുള്ള രീതിയിലുള്ള വിളക്കുകളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. പിന്നെ ഇവിടെ റൂമുകളുടെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇടതോട്ട് പോയാലുള്ള റൂമുകളുടെ നമ്പറുകളും വലതോട്ട് പോയാലുള്ള റൂമുകളുടെ നമ്പറുകളും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റും ഇവിടെ ഈ ഭാഗത്തായിട്ടാണെന്നാണ് കാണിക്കുന്നത്. പിന്നെ ഒരു മനോഹരമായ ഒരു സമുച്ചയമാണ്. 3 നില കെട്ടിടമാണിത്. ഇവിടം വരെ ലിഫ്റ്റ് ഉള്ളെന്ന് തോന്നുന്നു. ഇത് 2ാം നിലയാണ്, ഫസ്റ്റ് ഫ്ലോർ. ഇവിടെ ഒരു TV ഉണ്ട്. പിന്നെ ക്യാഷ് ഇടുവോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഒരു കൂൾ ഡ്രിങ്ക്സുകൾ കിട്ടുന്ന, സോഫ്റ്റ് ഡ്രിങ്കുകൾ കിട്ടുന്നൊരു കിയോസ്കും ഉണ്ട്. എവിടെയാണെങ്കിലും ക്ലീൻ ആൻഡ് നീറ്റ് ആണെന്നുള്ളതാണ്. ഇവിടെ പുറത്തു പോയാലും ഏതെങ്കിലും ബിൽഡിങ്ങുകളുടെ ഉള്ളിൽ പോയാലും ക്ലീൻ ആൻഡ് നീറ്റ് ആണെന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. നമ്മുടെ നാട്ടിലെ പോലെ ഏതൊരു പുതിയതാണെങ്കിലും മുറുക്കി തുപ്പി നാറ്റിക്കുന്ന ഒരു പരിപാടിയൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഇത് ടോയ്ലറ്റുകളാണ്. ടോയ്ലറ്റുകളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനിതിനുള്ളിൽ കയറിയൊന്നുമില്ല, കാരണം റൂമിലുണ്ടല്ലോ. ഇത് എൻ്റെ റൂമിലേക്ക് പോകുന്നത് ഇതിലൂടെയാണ്. 105 മുതൽ 336 വരെയുള്ള റൂമുകളാണ് ഇവിടെ ഉള്ളത്. ധാരാളം റൂമുകളുണ്ട്. ഇത് വേറെന്തോ ഒരു സംഭവമാണ്. അതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഭാഗമാണോ എന്ന് എനിക്കറിയത്തില്ല. ആണെന്ന് തോന്നുന്നു. ഞാൻ കാര്യം പറഞ്ഞാൽ രാവിലെ ഭക്ഷണം കഴിച്ചത് ആ ഒരു ഭാഗത്തു നിന്നാണ്. ജസ്റ്റ് അവിടം വരെ ഒന്ന് പോയി ആ ഒരു പ്രദേശം ഒന്ന് കാണിക്കാതായാലും. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. പുറത്തുള്ളതിനേക്കാളും ചൂടാണ്, കാരണം ഇവിടെ എയർ കണ്ടീഷനൊന്നും വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു നിലവിൽ. ഇത് ഇങ്ങോട്ടേക്ക് വേറെ 401 മുതൽ 636 വരെയുള്ള റൂമുകൾ ഇതിലൂടെ പോകുമ്പോഴാണ്. പിന്നെ ഇതാണ് റെസ്റ്റോറൻറ്റ്. ഏകദേശം 9:30 വരെയായിരുന്നു ഇതിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ടൈം. അതായത് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ
ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള റൂമാണ് ഞാൻ എടുത്തത്. അപ്പം അതിനൂടെ പൈസ അടച്ചായിരുന്നു. അപ്പോൾ പൈസ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 320 ഷെക്കലായി. 320 ഷെക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ഏകദേശം 7000 രൂപയ്ക്ക് അടുത്ത് വരും. ഇതിനുള്ളിലേക്കാണ് റെസ്റ്റോറൻറ്റും ഫുഡും ഒക്കെ ഉണ്ടായിരുന്നത്. ഇത് താഴോട്ട് ഇറങ്ങി പോകുന്ന സ്ഥലം. ഇവിടെ മറ്റൊരു ചിത്രമുണ്ട്. അത് ഇതിൻ്റെ ചിത്രം തന്നെയാണ്. ഇതിൻ്റെ ഒരു ഭാഗമാണ്, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ ഒരു പാലം പോലെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും ഫയറിൻ്റെ ആണെങ്കിലും ലൈറ്റുകളൊക്കെ ആണെങ്കിലും കുറച്ച് തൊങ്ങലുകളൊക്കെ, അതായത് പുറത്തേക്ക് കുറച്ച് നീണ്ടിട്ടുള്ള ഒരു കുറച്ച് നിർമ്മിതികളൊക്കെ നമുക്ക് കാണാം. വെള്ളം ചീറ്റുന്ന സ്പ്രിംഗ്ലർ പോലെ ഈ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചീറ്റുന്ന സംഭവമൊക്കെ ഇവിടെ എല്ലായിടത്തും തന്നെയുണ്ട്. ഏതായാലും കൃത്യമായിട്ട് സേഫ്റ്റി മാർഗനിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചിട്ടാണ് ഈ നിർമ്മിതികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പ്. ഇതിലൂടെ അങ്ങോട്ട് പോകുന്നതാണ് എൻ്റെ റൂം. അപ്പോൾ ഇത് താഴോട്ട് പോകുന്നതാണ്, കാണാം. ഇത് താഴോട്ട് പോകുന്നതാണ് ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ പുറകുവശത്തേക്ക്. ഇവിടെ അത്യാവശ്യം ഒരു തരിശു പോലെ, ഒരു പ്രത്യേകിച്ച് വലിയ നിർമ്മിതികളൊന്നുമില്ല. കുറച്ച് 1-2 മരങ്ങളും ഒക്കെ ആയിട്ട് പുറത്ത്, പിന്നെ ഒരു മതിലൊക്കെ ആയിട്ടുള്ളൊരു ഒഴിഞ്ഞ ഭാഗമാണ് ഇവിടെ. പ്രത്യേകിച്ച് ആളുകൾ ഇരിക്കുന്നൊന്നുമില്ല. പക്ഷേ ചില ഇടങ്ങളിലൊക്കെ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന രീതിയിൽ ചില ബെഞ്ചുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചിരുന്നു എന്നാണ് ഇതിൻ്റെ കിടപ്പ് കണ്ടിട്ട് മനസ്സിലാവുന്നത്. പിന്നെ ഇപ്പോൾ ഇതിനെ കിടപിടിക്കുന്ന രീതിയിൽ ധാരാളം ഹോട്ടലുകൾ വേറെയും ഈ ഒരു ഭാഗങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ കാലത്തിനനുസൃതമായ മാറ്റം എല്ലാത്തിനും ആവശ്യമാണല്ലോ. അങ്ങനെ ഒരു മാറ്റം ഇവിടെ ഇല്ലായിരിക്കാമെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ താമസിച്ചൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും നമ്മുടെ ഭക്ഷണ രീതി അല്ലെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു ഫുഡൊക്കെ. പിന്നെ പണ്ട് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞിരുന്നു, പണ്ട് ഇവിടെ ഈ ഹോട്ടലിൽ തന്നെ വന്നിട്ട് ഇവിടെ താമസിച്ചു, ഭക്ഷണത്തിൻ്റെ സമയത്ത് ഇവിടുന്ന് മുട്ടയൊക്കെ പൊതിഞ്ഞെടുത്തുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. സൈറ്റ് സീയിങ്ങിൻ്റെ പരിപാടിയായിട്ട് ആളുകൾ പോകുമ്പം പ്രഭാത ഭക്ഷണം മാത്രം ഫ്രീയും ബാക്കിയുള്ളതിന് പൈസ കൊടുക്കണം എന്നുള്ള ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വന്ന് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരു മുട്ട എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിരുന്നതൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ റൂമിലേക്ക് പോകേണ്ടത്. അന്നേരം ഇവിടെ റൂം ക്ലീനിങ്ങും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സാധനങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ ഒരു ഒഴിഞ്ഞ ഇടനാഴി, അങ്ങ് ദൂരെ ഒരു ഹോട്ടലിൽ ഒരു ജീവനക്കാരനെ കാണാം. അത് മാത്രമാണ് ഒരു ആൾ സാന്നിധ്യം ഇവിടെ ഉള്ളത്. 207 നമ്പർ മുറിയാണ് എൻ്റെത്. പക്ഷെ ഞാനത് കാണിക്കുകയല്ല കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. അതിനകം വളരെ വൃത്തിയിലാണ് ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് ഇവിടെ വന്നതെങ്കിൽ പോലും മറ്റാളുകൾക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ വളരെ വൃത്തിയായിട്ടാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഗൈസ്.